അധ്വാനിക്കുന്നവനാണ് റെസ്റ്റ്. ആമേൻ, ആമേൻ. എന്നാൽ ദീനം അടുക്കുകയില്ല. രണ്ടാമത്, സൂര്യൻ ഉദിക്കുമ്പോൾ അവ കാട്ടുമൃഗങ്ങൾ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു, അത് വിശ്രമിക്കുന്നു. അത് വിശ്രമിക്കുമ്പോൾ മനുഷ്യ നീ അധ്വാനിക്കുവാൻ പുറപ്പെടണം. അതാണ് വചനത്തിൻ്റെ അർത്ഥം. ആമേൻ. 23-ാം വചനം, സങ്കീർത്തനം 104:23. മൃഗം കൂട്ടുകളിൽ ചെന്ന് ഗുഹകളിൽ ചെന്ന് അധ്വാനിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു. അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ, അതിരാവിലെ, ദ ഡോൺ ഓഫ് ദ ഡേ, ആ ദിവസം തുടങ്ങുന്ന നാളികയിൽ മനുഷ്യ നീ ജോലിക്ക് പുറപ്പെടണം, അധ്വാനിക്കുവാൻ പുറപ്പെടണം. സൂര്യൻ ഉദിക്കുമ്പോൾ നീ അധ്വാനിക്കാൻ പുറപ്പെടണമെങ്കിൽ നീ നിന്റെ കിടക്ക വിട്ട് ഉണരേണ്ടത് അതിരാവിലെ. ദീനം വരത്തില്ല. കൈകളെ തട്ടി ആമേൻ. സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ ജോലിക്ക് പുറപ്പെടണം. എങ്കിൽ അവൻ ഉണരേണ്ടത്, കിടക്ക വിട്ട് ഉണരേണ്ടത് അതിരാവിലെ. ഉൽപ്പത്തി 22:3 ദൈവത്തിൻ്റെ സ്നേഹിതൻ ആബ്രഹാം അതിരാവിലെ ഉണർന്ന്. ഉൽപ്പത്തി 22:18 പ്രാർത്ഥനാ വീരൻ യാക്കോബ്. ഉൽപ്പത്തി 22:18 അതിരാവിലെ, ഉഷസ്സിൽ അതിരാവിലെ യാക്കോബ് ഉണർന്നു. 1 സാമുവേൽ 17:20 സങ്കീർത്തനം 5:3 ദൈവഭക്തൻ ദാവീദ് അതിരാവിലെ ഉണർന്ന് ദൈവത്തിനായി അവൻ തന്നെ ഒരുക്കി കാത്തിരുന്ന്. ആമേൻ, ഹല്ലേലൂയ. ആബ്രഹാം അതിരാവിലെ ഉണർന്ന്, ഭക്തൻ യാക്കോബ് ഉഷസ്സിൽ അതിരാവിലെ ഉണർന്ന്, ദാവീദ് ഇടയ ചെറുക്കൻ ദാവീദ് 1 രാജാക്കന്മാർ 7:20 സങ്കീർത്തനം 5:3 അതിരാവിലെ ഉണർന്ന്, ദേവഭക്തൻ എസ്രാ ശാസ്ത്രി സങ്കീർത്തനം 119 147 എസ്രാ ഭക്തനും അതിരാവിലെ ഉണർന്ന്, യോബ് 1:5 നീതിമാൻ യോബ് അതിരാവിലെ ഉണർന്ന് അവൻ പ്രാർത്ഥിച്ചു. പുറപ്പാട് പുസ്തകം 16:21 തൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ ജനത്തോട് കണ്ടിപ്പായി ദൈവം പഠിപ്പിച്ച ഒരു കൽപ്പന അവിടെ ഉണ്ട്. നീ അതിരാവിലെ ഉണരണം മക്കളെ. പുറപ്പാട് 16:21 ഉണർന്നില്ല എങ്കിൽ, അതിരാവിലെ ഉണർന്നില്ല എങ്കിൽ അന്നത്തെ ആഹാരം മന്ന നിനക്ക് കിട്ടത്തില്ല, അത് വെള്ളത്തിലാകും. ആമേൻ. അതേ ഉപദേശമാണ് ആദിമ നൂറ്റാണ്ട് സഭയോടും ദൈവം അരുളി ചെയ്യുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 21-ാം വചനത്തിൽ. ആദിമ നൂറ്റാണ്ട് സഭ ആലയത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾപ്പാൻ കൂടി വന്നത് നട്ടുച്ചയ്ക്കല്ല, അതിരാവിലെ. മലയാള ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുലർച്ചയ്ക്ക്. ആമേൻ. അതിരാവിലെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അച്ചാണി നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവൻ, ക്ഷീണമുണ്ട്, രാവിലെ കിടന്ന് ഉറങ്ങിയില്ല. സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനത്തിൽ നന്നായി ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ യേശു ഉണർന്ന്. ഇത് ക്രമമാണ്. ആമേൻ.
വരുന്നില്ല, ശബ്ദം വരുന്നില്ല. ഇത് ക്രമമാണ്. അതിന് പൗലോസ് എഴുതി വെച്ച ഒരു വാക്ക് ഡിസിപ്ലിൻ. 1 കൊരിന്ത്യർ 9:27. ഐ ഡിസിപ്ലിൻ മൈ ബോഡി, ഐ ഡിസിപ്ലിൻ മൈ ബോഡി. എൻ്റെ ശരീരത്തെ ഞാൻ ക്രമപ്പെടുത്തുന്നു. തമിഴ് വേദാഗമം சொல்லுகிறது, என் சரீரத்தை ஒடுக்கி பவுலடிகளார் சொல்லுகிறார், நான் கீழ்ப்படுத்தினேன். ஐ டிசிப்ளின்ட். ஆமென், ஆமென். என்ற சரீரத்தை ராவிலே உணர்த்தி நான் கீழ்ப்படுத்தி. ஆமென், ஆமென். அல்லாதவன் மூடன். Fool will have to suffer. சங்கீர்த்தனம் 107:17. மூடன் கஷ்டப்படும், மூடன் கஷ்டப்படும். ஆகையால் அத்வானத்தில் ஒரு கிரமம், பட்சணத்தில் ஒரு கிரமம், விஸ்ராமத்தில் ஒரு கிரமம். நீ பார்க்கின்ற பாளையம் வீரனாம் தெய்வம் இறங்கி நடக்கின்றவனாகையால் நின்ற பாளையத்தில் ஒரு கிரமம், விசுத்தியுட கிரமம். ஆமென். தூத்து தொடச்சு விருத்தியா சூட்சிக்குவான் கடப்பட்டவரான. ஆமென், அல்லேலூயா. சத்ருகணம் ஒன்னாகவே செங்கடலில் முங்கிப்போ. சத்ருகணம் ஒன்னாகவே செங்கடலில் முங்கிப்போ. வைரியுடைய எதிர்ப்புகள் பாலிக்கையில் இனிமே, வைரியுடைய எதிர்ப்புகள் பாலிக்கையில் இனிமே ஜெயம். ஹல்லேலூயா. ஜெயம் எப்போதும் ஜெயம். ஹல்லேலூயா. ஜெயம் ஜெயம் எப்போதும் இயேசுராஜன் நாமத்தின் ஜெயம் ஜெயம் எப்போதும். இயேசுராஜன் நாமத்தின் ஜெயம் ஜெயம் எப்போதும். 3 ஹோசியா 7:5 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. മനസ്സിലാകുന്നില്ല അല്ലേ? മദ്യത്തിൻ്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കള്ളന്റെ ഉഷ്ണത്താൽ നിനക്ക് ദീനം പിടിക്കുന്നു. ഇപ്പം മനസ്സിലായി. കൈകളെ തട്ടി റബാലജനശാലധന്ധനദബ. ആൽക്കഹോൾ, drunkenness, കുടി, മദ്യം, കള്ള്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നീ ദീനക്കാരനാകും, നീ രോഗം പിടിക്കും, നിന്റെ ജീവിതത്തിൽ മുറിവുണ്ടാകും. ഒറ്റ വചനം വായിച്ച് നമുക്ക് അടുത്ത സബ്ജക്റ്റിൽ കടന്നു പോകാം. സദൃശവാക്യം 20 1 വചനം. അതിലെ 4 കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മ പഠിപ്പിക്കുന്നു. വീഞ്ഞ് പരിഹാസിയും. ആമേൻ. തുറക്കണം. ഒരു സുടുസുടുപ്പുണ്ടാകട്ടെ. കള്ള് അകത്ത് പോയതുപോലെ ഒരു വിറുവിറുപ്പുണ്ടാകണം. ഹല്ലേലൂയ. മദ്യം പരിഹാസിയും. കള്ള് കുടിക്കുന്നവൻ, the Bible says, you become ridiculous, you become a mockery. കള്ള്, മദ്യം, പരിഹാസിയും. നീ സമൂഹത്തിൽ പരിഹാസിയായി മാറും, ക്ലൗണായി മാറും. മദ്യം പരിഹാസിയും. മദ്യം, അടുത്ത വചനം,
കലഹക്കാരനും. You became rage. മദ്യം പരിഹാസിയും മദ്യം കലഹക്കാരനും. അതിനാൽ അവൻ ചാഞ്ചാടി നടക്കുന്നു. ആർ ചാഞ്ചാടി നടക്കും? ഭ്രാന്തൻ ചാഞ്ചാടി ചാഞ്ചാടി നടക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യം സമൂഹത്തിലെ നിന്റെ ജീവിതത്തിൽ പരിഹാസം കൊണ്ടുവരും. നീ കലഹക്കാരനായി സമൂഹം നിന്നെ കരുതും. നീ ചാഞ്ചാടി ചാഞ്ചാടി നടക്കുമ്പോൾ ഊളംപാറയിൽ കിടക്കേണ്ടവൻ സമൂഹത്തിൽ ഭ്രാന്തനായി നടക്കുന്നു. യു ആർ എ മാഡ്. ആരും ഇങ്ങനെ നടക്കുന്നവൻ ആരും ജ്ഞാനിയാകുകയില്ല. അതിൻ്റെ അർത്ഥം നീയാണ് മൂഢൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കള്ളിൽ നിന്ന് വീടുകൾക്ക് മോചനം, മദ്യത്തിൽ നിന്ന് വ്യക്തികൾക്ക് മോചനം. കഴിഞ്ഞ 2-ാം ശനിയാഴ്ച നാം പ്രാർത്ഥിച്ചത് അമ്മയുടെയും അപ്പൻ്റെയും ചൊല്ല് കേൾക്കാതെ ഇങ്ങനെ ചാടിപ്പോകുന്ന കുട്ടികളുടെ നേരാകാൻ വേണ്ടി നിലവിളിച്ചു. അനേക അനുജൻ അനിയത്തിമാരെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് റബ ലഞ്ചന ഷാലദം ധനദബ റക്കാലദം ധനദബ. ഹോശിയ പ്രവാചകൻ എഴുതുന്ന 4-ാം അധ്യായം 11-ാം വചനത്തിൽ മദ്യം നിന്റെ ബുദ്ധിയെ കെടുക്കും. ആമേൻ. ശരിസഭയ്ക്ക് 23:32 മദ്യം സർപ്പം പോലെ നിന്നെ കടിക്കും. ഉള്ളിൽ പോകുന്നത് വീഞ്ഞല്ല, വിഷമാണ്. മൂന്നാമത് ഒരു മർമ്മമുണ്ട്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഗലാത്യർ 5:21 1 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വചനത്തിലെ മദ്യപിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. You will be shut down in hell eternally. നീ നരകത്തിൽ കിടന്ന് തീയിൽ കിടന്ന് വെന്ത് 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 ഒരു നാളും അക്രിയ തീരുകയില്ല. നിനക്ക് സ്വർഗരാജ്യത്തിൽ സ്ഥലമില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക US പട്ടാളത്തിൽ ഒരു വിധി ഉണ്ട്. ടച്ച് നോട്ട് ദ ലിക്വർ വയൻ ഓൺ യുവർ യൂണിഫോം. പട്ടാളക്കാരന് ഒരു വിധി അമേരിക്കയിലുണ്ട്. നിന്റെ പട്ടാള യൂണിഫോം ധരിച്ചിരിക്കുമ്പോൾ കള്ളിനെ തുടരുത്. നമുക്കൊരു യൂണിഫോം ഉണ്ട്. അത് പട്ടാളം തന്ന യൂണിഫോം അല്ല, സ്വർഗം തന്ന യൂണിഫോമാണ്. റോമാലേഖനം 13:14 ആ യൂണിഫോമിൻ്റെ പേര് പൗലോസ് എഴുതുന്നു ജീസസ് ക്രൈസ്റ്റ്. നീ ധരിച്ചിരിക്കുന്നത് യേശുവിനെയാണ് എന്നുള്ള ഓർമ്മ വേണം. ഭൂമിയിലുള്ള മറ്റാളുകൾ നടക്കുന്നത് പോലെ നീയും ഞാനും നടക്കുവാൻ, ജീവിക്കുവാൻ, സഞ്ചരിക്കുവാൻ, ഇടപെടുവാൻ സ്വർഗം അനുവദിച്ചിട്ട് ഇല്ല. അമേരിക്കയിൽ പട്ടാളത്തിൽ ഒരു വിധി ഉള്ളതുപോലെ നീ പട്ടാള യൂണിഫോം ധരിച്ചിരിക്കുമ്പോൾ കള്ള് തുടരുത്. നീ ക്രിസ്തു എന്നുള്ള നാമം ധരിച്ചിരിക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 13:14 കള്ള് തൊടുവാൻ സഹോദര നിനക്ക് അവകാശമില്ല. ഹോശിയ നന്നായി നമ്മെ പഠിപ്പിക്കുന്നേ, കള്ള് ഉഷ്ണത്താൽ നിനക്ക് ദീനം പിടിക്കും. ആമേൻ, ആമേൻ. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാങ്ങിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വാങ്ങിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും
കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഇരിക്കാം. നാലാമത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 30-ാം വചനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:30. ലേഖനം എഴുതിയ പൗലപ്പോസ്തലന്റെ ആത്മീയ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും ഫിലിപ്പിയ സഭയിലെ ദൈവത്തിൻ്റെ ദൂതനും പൗലോസിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെയും ശുശ്രൂഷിച്ച് പൗലോസിനെ താങ്ങിയവനുമായ ഒരു ഭക്തൻ എപ്പാബ്രോദിത്തോസ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദീനം പിടിച്ച് പാപം ചെയ്തത് കൊണ്ടല്ല, കള്ളടിച്ചത് കൊണ്ടല്ല, നോ, കള്ളു കുടിച്ചത് കൊണ്ടും അക്രമം ചെയ്തതും കൊണ്ടല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 30-ാം വചനം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും, അവൻ എപ്പാബ്രോദിത്തോസ് എന്നുള്ള ഭക്തൻ തന്റെ പ്രാണനെ പോലും കരുതാതെ വകവയ്ക്കാതെ ക്രിസ്തുവിന്റെ വേല, തന്റെ പ്രാണനെ പോലും, തന്റെ ജീവിതത്തെ പോലും, തന്റെ സുഖ സൗകര്യത്തെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഹല്ലേലൂയ. എത്ര പേർ സുവിശേഷത്തിന് കഷ്ടം സഹിക്കുന്നു? എത്ര പേർ എനിക്ക് ഇന്നും വേണം, ഇനിയും വേണം, കൊണ്ടുവാ, ശമ്പളം കൂടണം, ബെറ്റർ ജോബ് കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, മക്കൾക്ക് ഗവൺമെന്റിൽ തന്നെ കിട്ടണം. കിട്ടിയത് കൊണ്ട് നീ ദൈവത്തിന് എന്ത് ചെയ്ത്? യെസ്, മറുപടി തരിക. ഇവനെ നോക്കുക, തൻ്റെ സൗകര്യത്തെ പോലും വകവയ്ക്കാതെ, തൻ്റെ കുടുംബത്തെ പോലും വകവയ്ക്കാതെ, തൻ്റെ പ്രാണനെ പോലും കരുതാതെ. ഹല്ലേലൂയ. എല്ലാവരും കൈകളെ ഉയർത്തി തൻ്റെ പ്രാണനെ പോലും വകവയ്ക്കാതെ ക്രിസ്തുവിന് വേണ്ടി സേവ ചെയ്ത് രോഗിയായി തീർന്ന്. 2 കൊരിന്ത്യർ 12:7 the Bible says St. Paul prayed unto God broken hearted thrice, heal me. പൗലോസ് ഉപയോഗിച്ച കർച്ചീപ്പ് അനേകരുടെ രോഗം മാറ്റിക്കൊടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 19:11 ദൈവം പൗലോസിനെ മാനിക്കുന്ന God in heaven, the Bible says, God performed not usual miracle. The Bible says unusual miracle in the ministry of Paul. പൗലോസിന്റെ ശുശ്രൂഷയിൽ സ്വർഗത്തിലെ ദൈവം അസാധാരണ അത്ഭുതങ്ങൾ ചെയ്ത് ഉപയോഗിച്ച കർച്ചീപ്പ് തൊട്ടവന് ക്യാൻസർ മാറി. ഒരു 30 ആണ്ടുകൾക്ക് മുമ്പ്
ഈ സാക്ഷ്യം സൗത്ത് കേരള ഡയസിസിൽ സുവിശേഷം എങ്ങനെ അറിയിക്കണമെന്ന് വൃത്തിയാ അറിഞ്ഞ് ദൈവത്തെ സേവിക്കുന്ന ഒരു ഉന്നതനായ പട്ടക്കാരൻ എൻ്റെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ മൈക്കിൽ കൂടി പറഞ്ഞ സാക്ഷ്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 30 ആണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പുതുക്കുന്ന് ഡിസ്ട്രിക്റ്റ് ആലയം DC ഓസ്റ്റിൻ, DC ഹോളി ഗാർലാൻഡ്, അവർക്ക് ഇളയ ഒരു അനുജനുണ്ട്, ഭക്തൻ ഡേവിഡ്, DC ഡേവിഡ്. കേരള ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസർ. അന്ന് നമ്മുടെ മിനിസ്റ്റർ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ വിളിച്ച് ആ പൊങ്ങി ഉയരത്തിലിരിക്കുന്ന ആലയത്തിൽ, ആലയവും ചുറ്റും പാക്ട്, ഇത്രയേ എനിക്ക് ഓർമ്മ ഉള്ളൂ. പിന്നെ നടന്നത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് ഈ അച്ഛൻ ഈ കോവിഡിൻ്റെ തൊട്ടു മുമ്പ് താൻ സേവനം അനുഷ്ഠിക്കുന്ന ആലയത്തിൽ എന്നെ കൺവെൻഷൻ പ്രസംഗിക്കുവാൻ ക്ഷണിച്ച് അവിടെ ഈ സാക്ഷ്യം പരസ്യമായി മേക്കിൽ കൂടി വെളിപ്പെടുത്തിയ സാക്ഷ്യം. ഒരു കുഞ്ഞ്, 10 വയസ്സുള്ള കുഞ്ഞ്, 5ാം ക്ലാസ്, 5 അക്ഷരം അറിഞ്ഞുകൂടാ. അപ്പനും അമ്മയും ആ കുഞ്ഞ് പഠിക്കുന്ന LP സ്കൂളിൽ ടീച്ചർമാരാ. ജന്മനാ ഹൃദയരോഗിയായി ജനിച്ച് ഇത് ജീവിക്കുകയില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതപ്പെട്ട് വീട്ടിൽ എന്നും മരണനാട്ടം. ആ കുഞ്ഞിന് കൺവെൻഷൻ്റെ ഫസ്റ്റ് ഡേ കൊണ്ടുവന്ന അപ്പനും അമ്മയും കുഞ്ഞിനെ നെഞ്ച് തടകി കരഞ്ഞ് 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 ആ റവറൻഡ് 2019 കോവിഡിൻ്റെ തൊട്ട് മുമ്പ് സാക്ഷി പറയുന്നത് ആ കുഞ്ഞ് ഞാനായിരുന്നു. സുന്ദർ സിംഗ് എന്നുള്ള ഒരാൾ അവിടെ സുവിശേഷം വരുന്നത് അറിഞ്ഞ് എൻ്റെ അപ്പനും അമ്മയും അവിടെ പോയി എൻ്റെ നെഞ്ചിനെ തടകി കരഞ്ഞ് ആ വേലക്കാരൻ, ദൈവവേലക്കാരൻ്റെ നാക്കിൽ കൂടി എൻ്റെ പേര് വിളിച്ചു. എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി, നിന്റെ പഴയ ഹൃദയത്തെ യേശു എടുത്തിട്ട് പുതിയ ഹൃദയത്തെ ഇതാ വയ്ക്കുന്നത്. അങ്ങനെ എനിക്ക് അന്ന് പുത്തമ്പുത് ഹൃദയം കിട്ടി. അന്ന് മുതൽ ഞാൻ പഠിച്ച് എൻ്റെ ഉള്ളിലെ ദൈവവേല ചെയ്യണം. ഞാൻ ചുരുക്കി പറയുന്നത്, ഇന്ന് സൗത്ത് കേരള ഡയസിസിൽ ഒരു നല്ല നിലവാരം പുറത്തുന്ന MDH ഉണ്ട്, നോർത്ത് ഇന്ത്യ ശുശ്രൂഷ ഉണ്ട്, ആത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൊണ്ട് നന്നായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കും, കൂടെ LLB കൂടെ ഉണ്ട്. ആ റവറൻ്റെ സാക്ഷി പറയുന്നത്, ബ്രദർ എൻ്റെ തലയ്ക്ക് തൊട്ടില്ല, എൻ്റെ പേര് ചോദിച്ചില്ല, എൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി. സ്വർഗത്തിൽ നിന്ന് പുത്തമ്പുതു ഹൃദയം എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ ഇന്ന് ആരോഗ്യവാൻ, ഞാൻ സന്തോഷത്തോട് ദൈവത്തെ സേവിക്കുന്നു. ഇത് ഒരു സാക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു രോഗം പിടിപെട്ടപ്പോൾ എന്നെ ഇട്ട് ഉരുട്ടി. 2020 മാർച്ച് 2-ാം ശനിയാഴ്ച കോവിഡിന് തൊട്ട് മുമ്പ് ഇവിടെ ആരാധന കഴിഞ്ഞ് പിന്നെ ലോക്ക്ഡൗൺ. ദൈവകൃപയിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഉന്നത നിലവാരത്തിലിരിക്കുന്ന ആളുകളുടെ ഓഫീസിനെ ചെന്ന് തട്ടി. കള്ളുകട തുറന്ന് എൻ്റെ ആലയം തുറക്കണം, അല്ലെങ്കിൽ ദൈവക്രോധം ഇറങ്ങും. കള്ളുകട നിങ്ങൾ തുറന്ന് ആരാധനാലയം തുറക്കണം. അങ്ങനെ ജൂലൈ 3 നമ്മുടെ ആരാധന തുടങ്ങി. അന്ന് കോവിഡിൻ്റെ പേരും പറഞ്ഞ് മുങ്ങിയ ആളുകൾ നല്ല ശതമാനം ഇന്നും മുങ്ങി നാശത്തിലേക്ക് പോകുന്നു. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന ഓരോ ആത്മാവിനും ഞാൻ യേശുവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവനാണ്. ജൂലൈ 3 ആരാധന തുടങ്ങി. നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. പല ടൈമിലും പല ആളുകൾ വരും. ഒരുത്തൻ വന്നാലും ഞാൻ ആരാധന നടത്തിയേ വിട്ടിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞ് പ്രേയർ ഹാളിൻ്റെ സകല താക്കോല് നിൻ്റെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കോവിഡ് കൊണ്ട് പുളുക്കും. അങ്ങനെയാണ് താക്കോൽ കയ്യിൽ കർത്താവ് തന്നത്.
10 ആരാധന വര നടത്തി. എൻ്റെ ഷുഗർ റേഞ്ച് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ 60 ആകും, പലപ്പോൾ 600 ആകും. എന്നെ കെട്ടി നടത്തുന്നവൻ എൻ്റെ ദൈവം. 60ഉം 600ഉം ഷുഗറിൽ 10 ആരാധന നടത്തിയപ്പോൾ എൻ്റെ നരമ്പുകൾ പഴുത്ത് ഒരു മരക്കഷ്ണം പോലെ ഇട്ട് ഉരുട്ടി. 2020 ഒക്ടോബർ 20 പിന്നെ ചലിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഒരു 3 മാസം ഇരുന്ന് ഞാൻ പ്രസംഗിച്ചത്. കർത്താവ് എന്നെ തൊട്ട് കൃപ കാട്ടി ജനുവരി 1 നിന്ന് പ്രസംഗിക്കുവാൻ സൗഖ്യം തരണമേ. നരമ്പുകൾ പഴുത്ത് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഈ രോഗത്തിൻ്റെ പേര് ഡയബറ്റിക് ന്യൂറോപ്പതി. ഇതിൽ നിന്ന് ഒരു എഴുന്നേൽപ്പില്ല, തമ്പുരാൻ തൊടണം. ഞാൻ പ്രാർത്ഥിച്ചത് 2021 ജനുവരി 1 തൊടണമേ. കർത്താവ് അതിൻ്റെ 4 ദിവസത്തിന് മുമ്പേ എന്നെ തൊട്ട് എനിക്ക് സൗഖ്യം തന്ന്. അതാണ് എപ്പോപ്രോദിസിനെ കുറിച്ച് പൗലോസ് എഴുതുന്ന, ഇവന് വന്ന ദീനം ഇവന്റെ സുഖസൗകര്യത്തിനല്ല, ഇവൻ തൻ്റെ പ്രാണനെ കരുതിയില്ല, തൻ്റെ ജീവിതത്തെ കരുതിയില്ല. പൗലോസിന് വന്ന ദീനം അവൻ കഠിനാധ്വാനം, രാപ്പകൽ ശുശ്രൂഷ, അവൻ തൻ്റെ ജീവനെ കരുതിയില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ 13 14 ഒറ്റ വാക്ക് കൊണ്ട് ജോർദാനെ പിളർന്നവൻ എലിശാ. ആമേൻ. ഒറ്റ വാക്ക്. The Bible says the Jordan river was overflowed. ആ കരയിൽ നിന്ന് 2 രാജാക്കന്മാർ 2:14 എലിശ നിലവിളിക്കുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ? With the garment he smote the river. നദി 2 പിളർന്ന്. അത്ര മൈറ്റി മാൻ. വേറൊരു രാജ്യത്തിൻ്റെ സേനാധിപതിൻ്റെ കുഷ്ഠം തൻ്റെ ചേംബറിലിരുന്ന് കൽപ്പിക്കുന്നു, man, go and dip yourself in the river. You shall see a miracle. തൊട്ടില്ല, വിഷയം കേട്ടില്ല, കൽപ്പിക്കുന്നു, കുഷ്ഠം മാറി. അങ്ങനെ ഉള്ള എലിശ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങനെ ഉള്ള എലിശയുടെ ജീവിതം 2 രാജാക്കന്മാർ 13-14 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ദീനം പിടിച്ച് മരണത്തോളമായി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ബലത്ത മനുഷ്യൻ ദീനം പിടിച്ച് മരണത്തോളമായി. അതാണ് ഫിലിപ്പിയർ 2:30 പ്രാണന പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം എപാഫ്രോദിത്തോസ് മരണത്തോളം ആയി. നാം ഇന്ന് കരയാൻ പോകുന്നു. എസ്കിയാ കരഞ്ഞ്. ഐസിയ മുഖാന്തരം പ്രവചനം കേട്ടപ്പോൾ നീ ചത്തുപോകുമടോ. രാജാവ് തന്നെയാണ്. ബട്ട് യു ഷാൽ ഡൈ. You shall die. Set your family activities in order. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ഐസയ 38-4 2 രാജാക്കന്മാർ 20:3 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓ എന്നവൻ കരഞ്ഞ്, നീ മരിച്ചു പോകും, മക്കളില്ല. അതാണ് എഴുതുന്നത്. I waited for peace but bitterness came unto me. ഞാൻ സമാധാനത്തിനായി കാത്തിരുന്ന് എനിക്കൊരു മകന് ദൈവം തരും എന്ന് കാത്തിരുന്ന് അപ്പോഴാണോ എൻ്റെ ജീവൻ പോകുന്നത്? ഓവെന്ന് നിലവിളിച്ച് ആ കണ്ണുനീർ എൻ്റെ കർത്താവ് കടന്നു പോയില്ല, അവനെ സൗഖ്യമാക്കി. 15 ആണ്ടുകൾ കൂട്ടിക്കൊടുത്ത് അതേപോലെ തെരുവിൽ കിടന്നവൻ, വഴിയരികെ കിടന്നവൻ, കുരുടൻ, ഓവെന്ന് യേശുവിനെ
വരുന്നു എന്ന് കേട്ടപ്പോൾ ഒട്ടും മടിക്കാതെ അതിശബ്ദമായി നിലവിളിച്ച് മർക്കോസ് 10:46 മുതൽ 52 വരെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവനും യേശു കാഴ്ചശക്തി നൽകി. നിങ്ങൾക്കറിയാമോ, യേശു ഇങ്ങനെ സംസാരിച്ചാൽ അവിടെ സൗഖ്യമുണ്ട്. 2008 ചെന്നൈ അണ്ണാ നഗർ മിസ്റ്റർ സ്റ്റാലിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി കുളത്തൂർ നാടാർ സംഘം സ്റ്റേഡിയത്തിൽ കർത്താവ് എന്നെ കൊണ്ടുവിട്ട്, എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, വാ തുറന്നപ്പോൾ ഒരുത്തിയുടെ ക്യാൻസർ സൗഖ്യമായി. വത്സല തങ്കച്ചൻ ഇന്നും ജീവിക്കുന്ന സാക്ഷി, ഇന്നും ജീവിക്കുന്ന സാക്ഷി. കർത്താവ് സംസാരിക്കുമ്പോൾ സൗഖ്യം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 6-ാം വചനത്തിൽ ചില ആളുകൾ ഒരു പക്ഷപാതക്കാരന് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ യേശു അവനോട് വാ തുറന്നതേ ഉള്ളൂ. അവൻ്റെ പക്ഷപാതം മാറി കിടക്ക എടുത്തിട്ട് അവൻ വീട്ടിലേക്ക് പോയി. വാ തുറന്നാൽ സൗഖ്യം. രണ്ടാമത് അവൻ്റെ വാർത്തയിൽ സൗഖ്യം. സങ്കീർത്തനം 107:20 ഹെറോദാവ് പാലസിലെ ഹൈ റാങ്കിങ് ഓഫീസർ യേശുവിൻ്റെ പാദത്തിൽ വീണ് കരയുന്നു, എൻ്റെ മകൻ മരിച്ചു പോകും. മാസ്റ്റർ, calm down before he dies. അവൻ മരിക്കും മുമ്പ് വരണമേ. യോഹന്നാൻ 4:50 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. വാക്കിൽ സൗഖ്യം. സദൃശവാക്യം 4:22 അവൻ്റെ വാക്കിൽ ദേഹത്തെ സൗഖ്യമാക്കുന്ന ജീവനുണ്ട്. ആമേൻ, ആമേൻ. യേശുവിൻ്റെ വാക്കിൽ നമ്മുടെ ദേഹത്തെ സൗഖ്യമാക്കുന്ന ജീവനുണ്ട്. അവൻ സംസാരിച്ചാൽ സൗഖ്യം, അവൻ്റെ വാക്കിൽ സൗഖ്യം. അവനെ തൊട്ടാൽ 12 വർഷക്കാലം രക്തസ്രവം പിടിച്ച ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ട് അവനെ തൊട്ടാൽ, ലൂക്കോസ് 8:43 സൗഖ്യം. യേശു തൊട്ടാൽ സൗഖ്യം. കുഷ്ഠരോഗി വന്ന് നിലവിളിക്കുന്നു, യേശു അവനെ തൊട്ട്. മത്തായി സുവിശേഷം 8:3 അപ്പോൾ അവന് സൗഖ്യം. കാരണം യോഹന്നാൻ 3:35 നമ്മെ പഠിപ്പിക്കുന്ന പിതാവ് സകലവും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ആ കൈ നമ്മുടെ ശിരസിൽ പതിയുവാൻ വേണ്ടിയാണ് നാം ഇവിടെ കാത്തിരിക്കുന്നത്. ആ യേശുവിൻ്റെ കയ്യിൽ പിതാവ് എല്ലാം കൊടുത്തിരിക്കുന്നു. നമ്മുടെ രോഗം ചുമന്ന യേശു ഇവിടെ ഉണ്ട്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.